ഇനി 3 പേരെ ബാക്കിയുള്ളൂ. മഴ ചാറാൻ തുടങ്ങി. വേറെ വഴിയില്ല, നമ്മൾ 3 പേരും തൽക്കാലം ഈ ടെന്റിൽ അഡ്ജസ്റ്റ് ചെയ്യാം, ഋഷി പറഞ്ഞു. അവൻ ആദ്യം ശ്രീലക്ഷ്മിയെ ടെന്റിനുള്ളിലേക്ക് അയച്ചു. അടുത്തതായി പ്രയാഗയോട് അകത്തേക്ക് കയറാൻ പറഞ്ഞു. ഒടുവിൽ അവനും അകത്തേക്ക് പ്രവേശിച്ചു. ശ്രീലക്ഷ്മിയും പ്രയാഗയും 2 വശത്ത് മാറിയിരിക്കുകയാണ്. അവർക്കിടയിൽ ഒരാൾക്കിരിക്കാൻ മാത്രമുള്ള ഇടമുണ്ടായിരുന്നു. ഋഷി ആ സ്ഥലത്ത് ഇരിക്കാൻ ഒരുങ്ങുകയായിരുന്നു. അപ്പോഴാണ് ശ്രീലക്ഷ്മി അത് ശ്രദ്ധിച്ചത്. അവൾ പെട്ടെന്ന് 1 നിമിഷം കൊണ്ട് നീങ്ങി പ്രയാഗയുടെ അടുത്തിരുന്നു. അത് കണ്ട് ഋഷി ഉള്ളിൽ ചിരിച്ചു. ഓഹോ, മാഡത്തിന് അസൂയൊക്കെ തോന്നുന്നുണ്ടോ? ഇത് കൊള്ളാലോ, ഋഷി മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചിരിയടക്കി ശ്രീലക്ഷ്മിയുടെ അടുത്തിരുന്നു. എന്താ ഋഷി, നമ്മൾ 5 പേരുണ്ടായിട്ടും 2 ടെന്റ് മാത്രം കൊണ്ടുവന്നത്? ശ്രീലക്ഷ്മി പ്രയാഗ കേൾക്കാതെ മെല്ലെ ചോദിച്ചു. അവളുടെ ശബ്ദത്തിൽ നിന്ന് തന്നെ പ്രയാഗ കൂടെയുള്ളതിൻ്റെ അലോസരം വ്യക്തമായിരുന്നു. കൊള്ളാം, നിനക്കിത് എങ്ങനെ ചോദിക്കാൻ തോന്നി? എനിക്കാകെ 2 കൈകളേ ഉള്ളൂ. ഈ 2 ടെന്റിനുള്ള സാധനങ്ങൾ ചുമക്കുന്നത് തന്നെ പ്രയാസമാണ്. അപ്പോഴാ ഇനിയും കൂടുതൽ ചുമക്കാൻ കഴിയുമെന്ന് ചോദിക്കുന്നത്. ചിരിയടക്കി ഋഷി മറുപടി പറഞ്ഞു. ശ്രീലക്ഷ്മിയെ ഇങ്ങനെ കാണുന്നത് അവന് ഇഷ്ടമായിരുന്നു. പൊതുവെ അവൾ ഇങ്ങനെ കുശുമ്പും അസൂയയും പൊസസീവ്നെസ്സും ഒന്നും അവന് വേണ്ടി പ്രകടിപ്പിക്കാറില്ല. അതുകൊണ്ട് അത് കാണുന്ന സമയങ്ങളിൽ അവൻ അത് ആസ്വദിച്ചു. ഋഷി മറുപടി പറഞ്ഞതിന് ശേഷം ശ്രീലക്ഷ്മി കൂടുതലൊന്നും പറഞ്ഞില്ല. പക്ഷേ ആ ചെറിയ ടെന്റിൽ അവരോടൊപ്പം പ്രയാഗ ഇരിക്കുന്നതിൽ അവൾ അസ്വസ്ഥയായിരുന്നു. അതേസമയം പ്രയാഗയ്ക്ക് അങ്ങനെ ഒരു ചിന്തയേയില്ല. ഋഷി അവൾക്കൊരു ഹീറോയെ പോലെ ആയിരുന്നു അപ്പോൾ. അതുകൊണ്ട് തന്നെ അവനോടൊപ്പം ഇരിക്കുമ്പോൾ താൻ കൂടുതൽ സുരക്ഷിതയാണെന്ന് അവൾക്ക് തോന്നി. പുറത്ത് ഇടിയും മിന്നലും ശക്തമായിക്കൊണ്ടിരിക്കെ ഋഷി മറ്റുള്ളവരെ പറ്റി ചിന്തിച്ചു. ഈ മഴ ഞാൻ വിചാരിച്ചതിലും രൂക്ഷമാണ്. ഋഷിയുടെ സ്വരത്തിൽ ആശങ്കയുണ്ടായിരുന്നു. എത്രയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയിട്ടും മനസ്സിലാവാതെ ശാഠ്യം പിടിക്കുന്നവരെക്കുറിച്ച് വെറുതെ ആലോചിക്കേണ്ട എന്ന് കരുതിയെങ്കിലും മനസ്സിൽ എന്തോ ഒരു സമാധാനമില്ലാത്ത പോലെയായിരുന്നു. ഋഷി, ഞാൻ നേരത്തെ നിന്നോട് ചോദിക്കണമെന്ന് വിചാരിച്ചതാ. ഇത്രയും ശക്തിയിൽ മഴ പെയ്യുമെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? പ്രയാഗ അത്ഭുതത്തോടെ ചോദിച്ചു. അതിൽ വലിയ രഹസ്യമൊന്നുമില്ല പ്രയാഗ. കാലാവസ്ഥ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഋഷി നിസ്സാരമായി പറഞ്ഞു. അത് കേട്ട് 2 പേരും അത്ഭുതത്തോടെ അവനെ നോക്കി. ശരി, നിങ്ങൾ 2 പേരും സംസാരിച്ചിരിക്കും. എനിക്ക് നല്ല തലവേദനയുണ്ട്, ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ. അവൻ കൊണ്ടുവന്ന ബാഗ് തലയ്ക്ക് വെച്ച് ഋഷി പറഞ്ഞു. അപ്പോഴും പ്രയാഗയുടെ നോട്ടം ഋഷിനെ വിട്ടു പോയില്ല. അത് കണ്ട് ശ്രീലക്ഷ്മിക്ക് ദേഷ്യം വന്നു. ഇവളെന്തിനാ എൻ്റെ ഭർത്താവിനെ ഇങ്ങനെ നോക്കുന്നത്? ഇതുവരെ ആണുങ്ങളെ കണ്ടിട്ടില്ലാത്ത പോലെ. ശ്രീലക്ഷ്മി ദേഷ്യത്തോടെ ചിന്തിച്ചുകൊണ്ട് തിരിഞ്ഞ് ഋഷിനെ നോക്കി. എന്താ ശ്രീലു, എന്നെ ഇത്ര ഇഷ്ടമാണോ? വെറുതെ നോയിക്കൊണ്ടിരിക്കുന്നു. ചുമ്മാ ഇങ്ങനെ നോക്കിയിരിക്കില്ലേ, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഫീലിങ്സ് തോന്നിയാലോ. നമ്മൾ ഒറ്റയ്ക്കായിരുന്നതിൽ കുഴപ്പമില്ല, ഇതിപ്പോ... ഋഷി ശ്രീലക്ഷ്മിക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് പറഞ്ഞു. ദേഷ്യത്തോടെ അവനെ തുറച്ചു നോക്കിയ ശ്രീലക്ഷ്മി അവൻ പറഞ്ഞത് കേട്ട് നിമിഷ നേരം കൊണ്ട് നാണം കൊണ്ട് ചുവന്ന് തൊടുത്തു. ഏത് സമയത്ത് എന്ത് സംസാരിക്കണമെന്ന് അറിയില്ലേ? പിക്നിക്കിന് വന്ന പോലെ ചുമ്മാ കിടന്നുറങ്ങാൻ നല്ല രസമുണ്ടല്ലേ? അവൾ പതുക്കെ ചോദിച്ചു. ശരിക്കും പിക്നിക്ക് പോലെയാണെന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചതാരാ? അത് മറന്നോ? ഇതിപ്പോ ചുമട്ടുപണിയായി എനിക്ക്. നീയും അവിടെ സുഖിച്ചിരുന്നു. ഋഷി കളിയാക്കിയതുപോലെ പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മിക്ക് ചിരി നിയന്ത്രിക്കാൻ നല്ലോണം പാടുപെടേണ്ടി വന്നു. നിങ്ങൾ ഭർത്താവും ഭാര്യയും വെറുതെ ഇരുന്ന് ചിരിക്കുന്നത് എന്താ? എന്നോട് കൂടി പറയുന്നേ. ഞാൻ ഇവിടെ ഉള്ളത് നിങ്ങൾ മറന്നുപോയോ? പ്രയാഗ അവരോടായി ചോദിച്ചു. അയ്യോ, അതൊന്നുമില്ല പ്രയാഗ. ഇങ്ങോട്ട് വരാൻ വിളിച്ചപ്പോൾ ഋഷി ആദ്യം വരില്ലെന്നാ പറഞ്ഞത്. ഞാനാ അവനെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു വന്നത്. അതിന് കളിയാക്കിയതാണ് അവൻ, ശ്രീലക്ഷ്മി സാധാരണ മട്ടിൽ പറഞ്ഞു. അതിനുശേഷം 2 പേരും കുറേ സമയം പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. ഋഷിൻ ആ സമയം കൊണ്ടൊന്ന് മയങ്ങുകയും ചെയ്തു. അതേസമയം ബീച്ച് ടെന്റിലുണ്ടായിരുന്നവർ ഋഷിനെ കളിയാക്കി ചിരിക്കുകയായിരുന്നു. ഈ ചൂട് കാലത്ത് മഴ പെയ്യാൻ പോകുന്നെന്ന്, ഹോ, എന്തൊക്കെയായിരുന്നു. വെറുതെ നമ്മളെയും പേടിപ്പിക്കാൻ നോക്കി. ഇപ്പൊ എന്തായി? മഴയുമില്ല, ഒന്നുമില്ല, ചുമ്മാ ആളുകളെ മുന്നിൽ ഷോ കാണിക്കാൻ. ജിതിൻ പറയുന്ന തമാശ കേട്ട് മറ്റുള്ളവരും ഋഷിനെ കളിയാക്കി ചിരിച്ചു. അതിൽ പങ്കെടുക്കാതിരുന്ന 2 പേർ പ്രാർത്ഥനയും ഗൗരിയുമായിരുന്നു. ഇക്കഴിഞ്ഞ കുറച്ചു നാളുകളായി പ്രാർത്ഥനയ്ക്ക് ഋഷിനെക്കുറിച്ച് നല്ലൊരു മതിപ്പാണ്. ഇതുവരെ കണ്ടിരുന്ന ഋഷിനും ഇപ്പോഴത്തെ ഋഷിനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ട്. ഗൗരിക്ക് നേരത്തെ തന്നെ ഋഷിനെ പറ്റി അറിയാമായിരുന്നു. ഇവർക്ക് ആർക്കും അറിയാത്ത മറ്റൊരു ഋഷിനെ അവൾക്കറിയാം. അതുകൊണ്ട് തന്നെ അവൾക്ക് അവനിൽ നല്ല വിശ്വാസവും ഉണ്ടായിരുന്നു. എങ്കിലും ഈ ചൂടുകാലത്ത് അവൻ പറഞ്ഞതുപോലെ മഴ പെയ്യുമെന്ന് അവൾ കരുതിയിരുന്നില്ല. മാത്രമല്ല, തന്റെ ഭാവി ഭർത്താവും കുടുംബവും ഇവിടെയുള്ളപ്പോൾ അവരെ ധിക്കരിച്ച് ഋഷിന്റെ കൂടെ പോകുന്നത് ശരിയല്ലെന്ന് അവൾക്കറിയാം. അതുകൊണ്ടാണ്
ഋഷിൻ വിളിച്ചപ്പോൾ കൂടെ പോകണമെന്ന് തോന്നിയിട്ടും പോകാതെ ഇവർക്കൊപ്പം തന്നെ നിന്നത്. ആ ഭവീൻ ശങ്കറിന്റെ ഭാര്യയുടെ ജീവൻ എന്തെങ്കിലും പറ്റിയ ഉറപ്പായും അവൻ ഋഷിനെ വെറുതെ വിടില്ല. ആരോ പറഞ്ഞത് കേട്ട് ഗൗരിയുടെ ഹൃദയം കലങ്ങി. കുറച്ചുനേരം സംസാരിച്ചതിന് ശേഷം അവർ ടെന്റിനുള്ളിൽ കയറി സമാധാനത്തോടെ ഉറങ്ങാൻ തുടങ്ങി. ആ നിമിഷമാണ് കടൽ തീരത്തെ മണ്ണിൽ ആദ്യത്തെ മഴത്തുള്ളി വീണത്. ഇതേ സമയം കാട്ടിൽ ശ്രീലക്ഷ്മിയും പ്രയാഗയും പരസ്പരം സംസാരിച്ചു കഴിഞ്ഞ് വെറുതെ ഇരിക്കുകയാണ്. പെട്ടെന്ന് ഉറങ്ങിക്കിടന്നിരുന്ന ഋഷിൻ ഞെട്ടി എഴുന്നേറ്റു. എന്തുപറ്റി ഋഷി? അവന്റെ ഭാവം കണ്ട് ശ്രീലക്ഷ്മി പരിഭ്രമത്തോടെ ചോദിച്ചു. നീ ആ ശബ്ദം കേട്ടോ? ഋഷി ചോദിച്ചപ്പോൾ ശ്രീലക്ഷ്മി മനസ്സിലാവാതെ അവനെ നോക്കി. കൂടെ എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് ചെവിയോർത്തു. അത് കേട്ടപ്പോൾ അവളുടെ മുഖവും മാറി. ഉണ്ട് ഋഷി, ഞാനും കേട്ടു, അവൾ ഞെട്ടലോടെ പറഞ്ഞു. അടുത്തിരുന്ന പ്രയാഗയും അവരുടെ സംസാരം ശ്രദ്ധിച്ചു. എന്താ എന്താ പറ്റിയത്? അവളുടെ മുഖത്തും പരിഭ്രാന്തി കാണാമായിരുന്നു. ഋഷി വേഗം ടെന്റിൽ നിന്നും ഇറങ്ങി വന്നു. ഭവീൻ, നീ ഓക്കെയാണോ? അവൻ ഭവീന്റെ ടെന്റിലേക്ക് നോക്കി ഉറക്കെ ചോദിച്ചു. അതെ, എനിക്കെന്താ ഉറങ്ങാൻ കഴിയുന്നില്ല ഋഷി, എന്താ പറ്റിയേ? അവൻ വിളിച്ചത് കേട്ട് ഭവീൻ ടെന്റ് തുറന്ന് പുറത്തേക്ക് വന്നു. അവിടെയുള്ളവരെല്ലാം എന്തോ അപകടത്തിൽപ്പെട്ടെന്ന് തോന്നുന്നു. ആരൊക്കെയോ നിലവിളിക്കുന്ന ശബ്ദം കേട്ടു. നമുക്ക് പെട്ടെന്ന് പോകണം. ഋഷിൻ പറഞ്ഞപ്പോഴാണ് ഭവീനും അത് ശ്രദ്ധിച്ചത്. ഉടൻ തന്നെ അവർ പോകാൻ തയ്യാറായി. നിങ്ങൾ 3 പേര് സേഫായി അകത്ത് നിൽക്ക്. എന്ത് സംഭവിച്ചാലും ഞങ്ങൾ വരാതെ പുറത്തിറങ്ങരുത്. ഞങ്ങളിപ്പോ വരാം. പരിഭ്രാന്തിയോടെ തങ്ങളെ നോക്കുന്ന 3 പേരോടുമായി അവർ പറഞ്ഞു. ശേഷം ശ്രീലക്ഷ്മിയെ നോക്കി തലകുലുക്കി യാത്ര പറഞ്ഞുകൊണ്ട് ഭവീനൊപ്പം ബീച്ചിലേക്ക് വേഗത്തിൽ നടക്കാൻ തുടങ്ങി. ദൈവമേ, നല്ല പെരുമഴയാണല്ലോ, ആർക്കും ഒന്നും സംഭവിക്കരുതേ. ശ്രീലക്ഷ്മിയും പ്രയാഗയും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അവരുടെ കുടുംബത്തെക്കുറിച്ച് അവർ ആശങ്കാകുലരായിരുന്നു. ഋഷിനും ഭവീനും മറ്റുള്ളവർ ഉണ്ടായിരുന്ന സ്ഥലത്തെത്താൻ 1/4 മണിക്കൂറിലധികം സമയമെടുത്തു. അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച ഇരുവരെയും ഞെട്ടിച്ചു. അവർ ഞെട്ടലോടെ പരസ്പരം നോക്കി. ഒരു വശത്ത് പെരുമഴ തകർത്ത് പെയ്യുന്നു. അവർ കെട്ടിയ ടെന്റുകളെല്ലാം കാറ്റിലും മഴയിലും ആകെ താറുമാറായി. കടൽ വെള്ളം കരയിലേക്ക് എത്തിയിട്ടുണ്ട്. ആളുകളുടെ നിലവിളിയുടെ ശബ്ദം മാത്രം കേൾക്കാം. ഇരുട്ടിൽ മറ്റൊന്നും ശരിയായി കാണാൻ കഴിയുന്നില്ല. 2 കൈകളിലെ ടോർച്ചിന്റെ വെളിച്ചമുണ്ടായിട്ട് പോലും ഒന്നും കാണാൻ കഴിയുന്നില്ല. അത്രയും ശക്തിയായ മഴയും കാറ്റുമാണ്. അപ്പോൾ ഒരു വലിയ മിന്നൽ പിണറുണ്ടായി. അതിന്റെ വെളിച്ചത്തിൽ എല്ലാവരും ടെന്റിന്റെ പൊട്ടിയ ഭാഗങ്ങൾ പിടിച്ച് വെള്ളത്തിൽ ആടിയുലയുന്നത് കണ്ടു. മഴയും ഇരുട്ടും കൂടി ചേർന്നതിനാൽ വെള്ളത്തിൽ നിന്ന് കുറച്ചുകൂടി ഉയർന്ന ഭാഗത്തേക്ക് കയറാൻ അവർക്ക് കഴിഞ്ഞില്ല. ഭാഗ്യവശാൽ എല്ലാവരും നീന്താൻ അറിയുന്നവരായതിനാൽ ജീവനും കയ്യിൽ പിടിച്ച് അവർ ഇപ്പോഴും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നുണ്ട്. ഏതാണ്ട് 20-ലധികം പേർ അങ്ങനെ വെള്ളത്തിലുണ്ട്. നമ്മൾ എന്ത് ചെയ്യാനാ ഋഷി? ഇതിലേക്ക് ചാടി നമുക്കൊരിക്കലും ഇത്രയും പേരെ ഒരുമിച്ച് രക്ഷിക്കാൻ കഴിയില്ല, ഭവീൻ വിഷമത്തോടെ പറഞ്ഞു. ആ, ഞാനും അത് തന്നെ ആലോചിക്കുന്നത് ഭവി. പക്ഷേ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. ഋഷി ഒരു നിമിഷം കണ്ണടച്ച് ആലോചിച്ചു. പെട്ടെന്ന് ഒരു ഐഡിയ തെളിഞ്ഞു. അവൻ സന്തോഷത്തോടെ ഭവീനെ നോക്കി. വേഗം എന്റെ കൂടെ വാ ഭവി എന്നും പറഞ്ഞ് അയാൾ തൊട്ടടുത്തുള്ള കാട്ടിലേക്ക് തന്നെ ഓടി. അവൻ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലെങ്കിലും ഋഷിനെ പൂർണ്ണമായി വിശ്വസിച്ച് ഭവീൻ അവനെ അനുഗമിച്ചു. മുന്നോട്ടോടിയ ഋഷി ഒരിടത്ത് നിന്നു. ഭവീൻ ആ ദിശയിലേക്ക് ടോർച്ചടിച്ചു നോക്കി. അവിടെ നല്ല പഴക്കമുള്ള ഒരു വലിയ മരമുണ്ടായിരുന്നു. അതിനു ചുറ്റും പച്ച നിറമുള്ള നല്ല കട്ടിയുള്ള വള്ളികൾ നീണ്ടു കിടക്കുന്നു. ഭവി, ഈ മരത്തെപ്പറ്റി ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. ഈ വള്ളി വളരെ ശക്തിയുള്ളതാണ്. ഇത് നീളത്തിൽ മുറിച്ച് വെള്ളത്തിൽ എറിഞ്ഞു കൊടുത്താൽ അതിൽ പിടിച്ച് അവർക്ക് കരയിലേക്ക് കയറാം. കരടിയുമായിട്ടുള്ള അടിപിടിക്കിടെ ഞാനിത് കണ്ടതായി ഓർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരെ ഇങ്ങോട്ട് വന്നത്. ഋഷി ആ മരം നോക്കി അത് പറഞ്ഞപ്പോൾ ഭവീൻ അമ്പരന്നു. ഋഷി, സത്യത്തിൽ നീ ആരാ? നിനക്കറിയാത്തതേ ഒന്നുമില്ലല്ലോ. ഭവീൻ ആരാധനയോടെ ഋഷിനെ നോക്കി. എന്നെപ്പറ്റി നിനക്ക് പിന്നീട് ഗവേഷണം നടത്താം. തൽക്കാലം ഇതിന്റെ കാര്യം നോക്ക്. ഇത് കൈകൊണ്ട് മുറിക്കൽ നടക്കില്ല. ഇത് മുറിക്കാൻ മൂർച്ചയുള്ള കത്തി പോലെ എന്തെങ്കിലും നിന്റെ കയ്യിലുണ്ടോ? ഋഷി ചോദിച്ചു. ഭവീൻ പെട്ടെന്ന് അവന്റെ പാൻസിന്റെ പോക്കറ്റിൽ തിരഞ്ഞു. സേഫ്റ്റിക്കായി ഭവീൻ എപ്പോഴും ഒരു ചെറിയ കത്തി കയ്യിൽ സൂക്ഷിക്കുമായിരുന്നു. അതാണിപ്പോൾ അപകടാവസ്ഥയിൽ അവർക്കൊരു സഹായമായത്. അത് വാങ്ങി പരമാവധി വേഗം വള്ളി മുറിച്ച ശേഷം ഋഷി ഭവീന് കൊടുത്തു. 2 പേരും അതുമെടുത്ത് വീണ്ടും ബീച്ചിലേക്ക് ഓടി. ഏയ്, ഇവിടെ നോക്ക്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അവിടെ എത്തി ഋഷി ഉറക്കെ വിളിച്ചു ചോദിച്ചതും എല്ലാവരും അങ്ങോട്ട് നോക്കി. ഞാൻ നിങ്ങൾക്ക് ഈ വള്ളി എറിഞ്ഞു തരാം. നിങ്ങൾ ഓരോരുത്തരും അതിൽ പിടിച്ച് ഇങ്ങോട്ട് വരാൻ നോക്ക്, അവൻ കഴിയുന്നത്ര ഉച്ചത്തിൽ അലറി. ഋഷിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ അവർ
കുറച്ചു മുമ്പ് അവൻ പറഞ്ഞതെല്ലാം ഓർത്തു. ഋഷി, ഋഷി, എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കൂ. നീ പറഞ്ഞതായിരുന്നു ശരി. ഞങ്ങളത് കേട്ടില്ല. ഞങ്ങളുടെ തെറ്റാണ്. ഇനി ഇത് ആവർത്തിക്കില്ല. ഞങ്ങളെ രക്ഷിക്കൂ, പ്ലീസ്, ഞങ്ങളെ രക്ഷിക്കൂ. അവർ വിളിച്ചു പറയുന്നത് കേട്ട് ഭവീൻ ഒരിക്കൽ കൂടി അമ്പരപ്പോടെ ഋഷിനെ നോക്കി. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.